ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വസുന്ധരയുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റാണ് കേട്ടോ. വസുന്ധര 5 പവൻ താലി കൊണ്ടുവരാൻ ഇങ്ങനെ നിധിയുടെ വീട്ടുകാരോട് പറയാണ്. അത് കഴിയില്ല എന്ന് അറിഞ്ഞിട്ടാണ് വസുന്ധര അത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വസുന്ധര ഗൗതമോ പാറുവോ സഹായിക്കുമോ എന്നൊരു പേടിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ താലി എടുക്കാൻ ഞാൻ പോകുന്നു എന്നുള്ള ആ സംസാരമായിരിക്കുന്നു. എന്നാൽ വസുന്ധരയെ ഞെട്ടിപ്പിച്ചും കൊണ്ടുള്ള ആ ഫോൺ കോൾ വരികയാണ് കേട്ടോ. രേണുക വിളിച്ച് പറയാണ് വസുന്ധരയോട്, എൻ്റെ ഭർത്താവ് അശോകനില്ലേ, അയാൾ എവിടെ നിന്നും 8 പവൻ എടുക്കാനുള്ള ആ സ്വർണത്തിനുള്ള പൈസയുമായി വന്നിരിക്കുന്നു എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന വസുന്ധര ആകെ ഞെട്ടിപ്പോണ്. ഈശ്വര, എന്നെ സങ്കടത്തിലാക്കുന്ന ഒരു വാർത്തയാണല്ലോ എനിക്ക് വന്നിരിക്കുന്നത്. എന്തായാലും തൻ്റെ ഭർത്താവിനെ തനിക്ക് ഒതുക്കി നിർത്താൻ കഴിയില്ലേ എന്ന് വസുന്ധര പറയുമ്പോൾ രേണുക പറയണം, ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്ക് യാതൊരു രക്ഷയും ഇല്ല എന്ന് പറയണേട്ടോ. അങ്ങനെ ഇന്ന് ആ വീട്ടിലോട്ട് വരാനുള്ള പരിപാടിയാണ്. എല്ലാവരും സ്വർണം എടുക്കാൻ എന്നുള്ള ആ സംസാരം കൂടി വസുന്ധരയോട് പറയുമ്പോൾ വസുന്ധര ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ പ്രതിസന്ധിയിലാവാണ് കേട്ടോ. എന്നാൽ ഈ സമയം നിഖിലിനോട് വിളിച്ച് തൻ്റെ അമ്മയെ നല്ല തൻ്റേടിയായ ഒരു അമ്മയാക്കി മാറ്റണം, ഒന്ന് പറഞ്ഞാൽ 10 മറുപടി കൊടുക്കാൻ കഴിയുന്ന ഒരു അമ്മയാക്കി മാറ്റാനാണ് കേട്ടോ ഇങ്ങനെ വസുന്ധരയുടെ മുന്നിൽ ഇങ്ങനെ നിധി വിളിച്ചിട്ട് നിഖിലിനോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വസുന്ധര ഉമ്മറത്ത് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ പാറുവിനോട് ചെന്നിട്ട് നിധി പറയുന്നുണ്ട്, എൻ്റെ അമ്മ ഇന്ന് സ്വർണ്ണം എടുക്കാൻ വരുന്നുണ്ട്, പൈസ ഒക്കെ റെഡി ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ പൈസ കിട്ടി അതറിയില്ല, അമ്മാവൻ വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് പറയാം കേട്ടോ. ഈ സമയം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വസുന്ധര ഉമ്മറത്ത് തന്നെ ഇവരെയും കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് രേണുകയുടെയും അശോകൻ്റെയും ചന്ദ്രയുടെയും നിഖിലിൻ്റെയും വരവ് കേട്ടോ. അപ്പോൾ ആ വരവ് കാണുമ്പോൾ തന്നെ ഒരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല വസുന്ധരയ്ക്ക്. അങ്ങനെ വസുന്ധര ഇങ്ങനെ ഈഗോ പിടിച്ച് നിൽക്കുകയാണ്. പക്ഷെ മറ്റുള്ളവരെല്ലാം ഉള്ളിലാണ്. അങ്ങനെ ഇവർ ഗേറ്റ് കടന്നു വരുന്നു എന്ന് കാണുമ്പോൾ വസുന്ധരയ്ക്ക് എന്ത് തോന്നുകയാണ്, തൻ്റെ ഹോളിലുള്ള സോഫകളെല്ലാം മാറ്റണം, എന്നിട്ട് ഒരൊറ്റ സിംഗിൾ സോഫ ഇടാൻ അവിടെയുള്ള വേലക്കാരികളോട് പറയുകയാണ്. അങ്ങനെ അവർ വന്നിട്ട് അവിടെയുള്ള സോഫകളെല്ലാം പെട്ടെന്ന് റൂമിലോട്ട് മാറ്റുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ വരുമ്പോൾ തന്നെ വസുന്ധര എന്ത് ചെയ്യുന്നു, കാലും കയറ്റിയിട്ട് വസുന്ധര ഇങ്ങനെ ഇവരെ നേരിടാൻ തന്നെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു പടയാളികൾ കയറി വരുന്നത് പോലെയുള്ള ഒരു രാജാവ് ഇരിക്കുന്ന ആ രീതിയിലുള്ള ഇരുത്തമാണ് വസുന്ധര ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയം തന്നെ ഒട്ടും അശോകനും രേണുകയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും കൂടി ചന്ദ്രയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല കേട്ടോ. അങ്ങനെ ഇവർ അകത്തോട്ട് കയറി വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ എന്തിനാ വന്നത് എന്നിങ്ങനെ വസുന്ധര ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ പറയാണ്, ഇന്ന് താലിയെടുക്കാൻ പോകണം, താലിയെടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ കൂടെ വരണമെന്ന് ആവശ്യപ്പെട്ടല്ലോ, അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് വസുന്ധരയോട് പറയാണ് അശോകൻ. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ആ ശരി വന്നോളൂ എന്ന് പറയണ്ട. അപ്പോഴാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് നിധിയും അതുപോലെ തന്നെ പിന്നെ ഗൗതമും പാറുവും ഗോപിയൊക്കെ പാടെ കൂടി വരുന്നത്, യാമിനി പ്രണവൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കയറി വരുന്നത്. അപ്പോൾ വസുന്ധരയാണെങ്കിലോ ഇങ്ങനെ ആജ്ഞാപിക്കുന്നത് പോലെയുള്ള സംസാരമാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ നോക്കുന്നുണ്ട്, 4 പുറം കസേരയില്ല, ഒന്ന് ഇരിക്കാൻ പറയുന്നില്ല. ഇന്നവരാണെങ്കിലോ എൻ്റെ ആങ്ങളുടെ മുന്നിൽ പോലും കാലുമക്കാലും കയറ്റി വെച്ചിട്ടാണല്ലോ ഈ നിൽക്കുന്നത് എന്നിങ്ങനെ ആ ദേഷ്യവും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മനസ്സിലുള്ളിൽ ഒതുക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നിധി അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ചു വരുന്നത്. അപ്പോൾ ശിവാനിയുടെ അമ്മയുടെ അടുത്തോട്ടും പോവാണ്. അമ്മ എപ്പോൾ വന്നു, കുറച്ച് നേരമായി എന്ന് പറയട്ടെ. അങ്ങനെ നിധി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കൂട്ടാ. അതായത് ഈ വസുന്ധര ഇങ്ങനെ കാലുമക്കാലും കയറ്റിയിരിക്കുന്നത് കാണുമ്പോൾ ഗൗതമിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോഴേക്കും സെർവൻറ്റിനെ ഗൗതം വിളിക്കുകയാണ്, ഇവിടെ ആരും ഇല്ലേ, എന്താ ഇവിടുത്തെ സോഫകളൊക്കെ എവിടെ പോയി? അപ്പോഴേക്കും വസുന്ധര പെട്ടെന്ന് മകൻ്റെ മുന്നിൽ പിടിക്കപ്പെടാതിരിക്കാൻ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ പാറു പറയാണ്, ഇതപ്പോൾ അടുത്തല്ലേ ക്ലീൻ ചെയ്തത്, അപ്പോൾ ഉടൻ തന്നെ അത് റൂമിലുണ്ടാവും, അവർ ക്ലീൻ ചെയ്താൽ കൊണ്ടുപോയിരിക്കുമായിരിക്കും എന്ന് പറയുമ്പോൾ സെർവൻറ്റിനെ വിളിച്ച് അതവിടെ പെട്ടെന്ന് കൊടുന്നിടൂ എന്ന് പറയട്ടോ. അങ്ങനെ ഈ സോഫകളെല്ലാം അടുപ്പിച്ചിടുകയാണ്. അപ്പോൾ ഈ വസുന്ധരയുടെ അടുത്തോട്ട് തന്നെ ഈ സോഫ ഇടുകയാണ്. അപ്പോൾ വസുന്ധരയുടെ നേർക്ക് ഒരു സോഫയും ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധി തൻ്റെ അമ്മയോട് കണ്ണിട്ട് കാണിക്കുകയാണ്, അമ്മ തുടങ്ങിക്കോ എന്ന് പറയണം. അപ്പോഴും വസുന്ധര കാലൊക്കെ കയറ്റി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര എന്ത് ചെയ്യും, ഈ സോഫയിലോട്ട് അങ്ങ് ഇരുന്ന പാടെ എന്ത് ചെയ്യും, വസുന്ധര ഇരിക്കുന്നത് പോലെ കാലുമക്കാൽ അങ്ങ് കയറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് കാണുന്നതിനോട് കൂടി വസുന്ധര തൻ്റെ കാലിറക്കുകയാണ്. ഇതേ സമയം വസുന്ധര ആകെ ഞെട്ടിപ്പോവാണ്. നിധിയുടെ അമ്മയുടെ ആ ലുക്കും സ്വർണവും അതുപോലെ തന്നെ ആ ഒരു നല്ല സാരിയും ഒക്കെ ഇട്ട് വന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഈ സമയം നന്നായി ചിരി വരുന്നുണ്ട് ഗൗതമിന്, പക്ഷേ ഗൗതം ഉള്ളിൽ ഒതുക്കാണ്. അപ്പോൾ ഇതേ സമയം നിധി കൈകൊണ്ട് സൂപ്പറായി അമ്മേ എന്ന് പറയണം. അപ്പോൾ പാറുവിനും ഗോപിക്കൊക്കെ ചിരി വരുന്നുണ്ട്, പക്ഷേ അതവിടെ ഉള്ളിൽ ഒതുക്കാണ്. വസുന്ധരയെ ഒതുക്കണമല്ലോ, ഇങ്ങനെ കുശുമ്പും കുന്നായ്മയും കൊണ്ട് നടന്നാൽ
പോരല്ലോ എന്ന ആ ചിന്താഗതി അവർക്കിടയിൽ വരികയാണ്. അപ്പോൾ യാമിനിക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ഗൗതം ഇങ്ങനെ ചന്ദ്രയെ നോക്കുമ്പോൾ പെട്ടെന്ന് ചന്ദ്രയ്ക്ക് ഗൗതമിൻ്റെ മുന്നിൽ അങ്ങനെ ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ കാലിറക്കി വെക്കുമ്പോൾ ഗൗതം പറയണേ, അമ്മേ കാലിറക്കി വെക്കണ്ട, ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് എങ്ങനെ ഇരിക്കാനാണോ ഇഷ്ടം അതുപോലെ ഇരുന്നോളൂ, അമ്മയ്ക്ക് ഏത് തരത്തിലിരിക്കുമ്പോഴാണ് സുഖം കിട്ടുന്നത് വെച്ചാൽ ആ തരത്തിൽ തന്നെ ആയിക്കോളൂ എന്ന് പറയുമ്പോൾ വസുന്ധര അവിടെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇതേ സമയം വസുന്ധര എൻ്റെ മുന്നിൽ ഇത്ര ജാടയോടുകൂടി എൻ്റെ വീട്ടിൽ വന്ന് ഇവർക്ക് ഇരിക്കാൻ കഴിയുന്നോ, എന്നാൽ എൻ്റെ മോനെ അതിന് സപ്പോർട്ടും, അതുകൊണ്ട് എനിക്കും ഇവിടെ ഒന്നും ശബ്ദിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് കാണാം വസുന്ധരയെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് വിളിക്കുന്ന കേട്ടോ. ഈ വസുന്ധരയെ എന്നുള്ള വിളി കേൾക്കുമ്പോൾ തൻ്റെ ആങ്ങളെ പോലും വസു എന്നേ വിളിച്ചിട്ടുള്ളൂ. അങ്ങനത്തെ ഈ വസുന്ധരയെ എന്ന് ഇവർക്ക് എന്ത് യോഗ്യതയാണ് വിളിക്കാനുള്ളത് എന്ന് പറയുമ്പോൾ എന്നെ നിങ്ങൾ പേര് വിളിക്കുന്നോ എന്ന് പറയുമ്പോൾ ചന്ദ്രയോട് ചോദിക്കുകയാണ്, നിങ്ങളെ പേരില്ലാതെ പിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത്, വസുന്ധര എന്നല്ലേ നിങ്ങളുടെ പേര് എന്ന് പറയുമ്പോൾ വസുന്ധര ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം വസുന്ധര പറയും, ഇവിടെ ആരും എന്നെ പേരെടുത്ത് വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ ചന്ദ്ര പറയാണ്, ഞാനിപ്പോൾ ഇവിടെ വന്നത് താലി എടുക്കുന്ന ചടങ്ങ് അതിൻ്റെ പണം കൈമാറാനാണ് എന്ന് പറഞ്ഞിട്ട് തളികയെടുത്ത് അതിലോട്ട് ഫ്രൂട്ട്സ് വെച്ച് പിന്നീട് ആ പണക്കെട്ടുകൾ അങ്ങ് വെക്കണം കേട്ടോ. ഈ സമയം വസുന്ധര ആ പണക്കെട്ടുകൾ കാണുമ്പോൾ താൻ മാത്രം മറ്റുള്ളവർക്ക് മുന്നിൽ നീട്ടിയിരുന്ന ഈ പണക്കെട്ട് ഇവരെ കൊണ്ടോ, ഇത്രയും പാവപ്പെട്ട ഈ ദരിദ്രവാസികളെ കൊണ്ടോ എന്നിങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം തന്നെ വല്ലാതെ അങ്ങ് ഇല്ലാതാക്കിയല്ലോ ഇവർ എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ നിധിക്ക് പൊട്ടിച്ചിരി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം പാറു എന്താ നിൽക്കുന്നു, വസു ആ പണം വാങ്ങ് അവരുടെ കൈകളിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് വസുന്ധര അവരുടെ കൈകളിൽ നിന്നും ആ പണത്തളിക മേടിക്കുകയാണ് കേട്ടോ. ആ ഫ്രൂട്ട്സും പണമൊക്കെ വെച്ചിട്ടുള്ള ആ നോട്ടുകെട്ടുകൾ അങ്ങ് മേടിക്കുകയാണ്. ഈ സമയം വസുന്ധര അത് മേടിച്ചിട്ട് ഇവരുടെ കയ്യിൽ തന്നെ കൈമാറാണ്. എന്നിട്ട് വസുന്ധരയോട് ചന്ദ്ര പറയണേ, എന്നാൽ ഇനി വഴുകിക്കണ്ടല്ലോ, താലിയെടുക്കാൻ ഇപ്പോൾ തന്നെ പോരല്ലേ, വസുന്ധര പോരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര എന്ത് മറുപടി നൽകണം എന്നറിയാതെ ആകെ പകച്ചു പോവാണ് കേട്ടോ. ഇതേ സമയം ചന്ദ്രയുടെ ആ ഗൗരവവും ആ പെരുമാറ്റവും ആ ഒന്ന് പറഞ്ഞാൽ 10 പറയുന്ന ആ സംസാരമൊക്കെ കണ്ട് താൻ എന്ത് പറയുമെന്നറിയാതെ വസുന്ധര തലകുനിച്ച് നിൽക്കുമ്പോൾ പാറുവും ഗോപിയും പൊളിച്ചു എന്നുള്ള അർത്ഥത്തിൽ യാമിനി പറയാനില്ല. അങ്ങനെ വസുന്ധരയ്ക്ക് ഒരു കൈയൊക്കെ ചന്ദ്രികക്ക് ഒരു കൈയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രയുടെ ആ പെരുമാറ്റം കണ്ടിട്ട് അങ്ങനെ വസുന്ധര ഞെട്ടി നിൽക്കുന്ന ആ കിടുക്കൻ സീനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡ് അതായിരിക്കും കേട്ടോ. ഇതേ സമയം ഇനി സ്വർണ്ണക്കടയിൽ ചെന്നാലാണ് ഇനി വസുന്ധരയുടെ അടുത്ത പ്ലാനുകൾ ചെയ്യുക. വസുന്ധര 8 പവനുള്ള പൈസയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി തന്നെ 9 പവൻ എടുക്കണം എന്നുള്ള ആ വാശിയൊക്കെ കാട്ടുമ്പോൾ അവിടെയും നിധി തൻ്റെ ആ അടവുകൾ പ്രയോഗിച്ച് 9 പവൻ തന്നെ എടുക്കൂട്ടാ. അവിടെയും വസുന്ധര തോറ്റു പോകുന്ന എല്ലാവർക്കും മുന്നിൽ ചമ്മി പോകുമ്പോൾ അപ്പോൾ ഒരു മോതിരം പിടിക്കട്ടെ എന്നുള്ള അഭിപ്രായം പറയൂ കേട്ടോ. ചെറുക്കന് പെൺവീട്ടുകാർ ഒരു മോതിരം കൊടുക്കണം. അപ്പോഴേക്കും നിധി അവിടെ ഒരു സംസാരം പോലും ഉണ്ടാക്കാതെ വസുന്ധരയെ കൊണ്ടൊന്നും മിണ്ടാൻ കഴിയിപ്പിക്കാതെ നിധി അവിടെ ഇടപെടാണ്. അങ്ങനെ മോതിരം കൊടുക്കും, എവിടെയെങ്കിലും അങ്ങനെ ഒരു ചടങ്ങുണ്ടോ? ചടങ്ങില്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിന് പെൺവീട്ടുകാർ ചെറുക്കന് കൊടുക്കുന്നതാണ്. ഇക്കാര്യത്തിൽ നിങ്ങൾക്കത് പറയാനുള്ള അവകാശമില്ല. താലിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, പക്ഷെ മറ്റുള്ളത് പറയാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞ് വസുന്ധരയുടെ നാക്ക് അങ്ങ് ഒടിച്ച് വസുന്ധരയെ അവിടെ മുട്ടുകുത്തിക്കുന്ന കിടുക്കൻ രംഗം വരുമ്പോൾ ചന്ദ്രയുടെ ആ ഒരു പെരുമാറ്റമൊക്കെ കാണുമ്പോൾ വസുന്ധര ആകെ പേടിച്ചു പോവാണ് കേട്ടോ. ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് ശിവാനിയുടെ നാടകം പൊളിച്ചൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ശിവാനിയെ അവിടെ നിന്നും ഇറക്കി വിടുന്ന ആ സീനാണ്.